ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗഞ്ജു സ്മാർട്ടി മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് +2 ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവർക്ക് പറ്റിയ കുറച്ച് നല്ല ഡിഗ്രി കോഴ്സുകളാണ്, ജോലി സാധ്യതയുള്ള കോഴ്സുകളാണ്. ഒന്നാമത്തെ കോഴ്സ് LLB ആണ്, ബാച്ചിലർ ഓഫ് ലോ എന്ന് പറയും. നിയമമേഖലകളിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു കോഴ്സാണിത്. ഈ കോഴ്സിന് ശേഷം നിങ്ങൾക്ക് ലോയറായിട്ടും അതുപോലെ തന്നെ ലീഗൽ അഡ്വൈസറായിട്ടും ഒക്കെ ജോലി ചെയ്യാവുന്നതാണ്. മുന്നോട്ട് പഠിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാവും. ഈ മേഖലയിൽ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഗവൺമെൻറ് ഏജൻസീസിലും അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഫേംസിലും ഒക്കെ ജോലി സാധ്യതകൾ വളരെയധികം ഉണ്ട്. അടുത്ത കോഴ്സാണ് BBA അഥവാ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ഒരു ബിസിനസ്സൊക്കെ സ്വന്തമായിട്ട് തുടങ്ങാനും അതുപോലെ തന്നെ വലിയ മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലിക്ക് കയറാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു കോഴ്സാണിത്. മാർക്കറ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യാനും സാധിക്കും. എൻ്റർപ്രണർ ആയിട്ട് വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ വലിയ മൾട്ടിനാഷണൽ കമ്പനികളിൽ ധാരാളം തൊഴിലവസരങ്ങൾ ഇത്തരക്കാർക്കായിട്ട് ഉണ്ടാകും. അതുപോലെ തന്നെ BBA കഴിഞ്ഞ് നിങ്ങൾക്ക് MBAയും ചൂസ് ചെയ്യാവുന്നതാണ്. കാലത്ത് വളരെയധികം തൊഴിൽ സാധ്യതയുള്ള മറ്റൊരു കോഴ്സാണ് ബാച്ചിലർ ഓഫ് ഡിസൈൻ അഥവാ BDes. ഇത്തരത്തിലുള്ള കോഴ്സുകൾ പഠിച്ചുകൊണ്ട് നല്ല ഏണിങ്സ് മാസം ഉണ്ടാക്കുന്ന ധാരാളം പേരുണ്ട്. ഇൻഡസ്ട്രിയൽ ഡിസൈൻ, ഗ്രാഫിക് ഡിസൈൻ, ഫാഷൻ ഡിസൈൻ, ഇൻറ്റീരിയർ ഡിസൈൻ തുടങ്ങി ധാരാളം ഡിസൈനിങ് കോഴ്സുകളുണ്ട്. ഇതിൽ ഏത് മേഖലയാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ആ മേഖലയുമായി ബന്ധപ്പെട്ട കോഴ്സ് എടുത്ത് പഠിച്ച് നിങ്ങളുടെ ഒരു കഴിവ് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വരുമാനം ലഭിക്കുന്ന ഒരു കോഴ്സാണിത്. അടുത്ത കോഴ്സാണ് ബാച്ചിലർ ഓഫ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഡിസൈനിങ് കോഴ്സുകൾ പോലെ തന്നെ വളരെയധികം തൊഴിൽ സാധ്യതകളുള്ള ഒരു കോഴ്സാണിത്. ഇവിടെ നമുക്ക് ജോലിയൊക്കെ കിട്ടുന്നത് നമ്മുടെ സ്കില്ല് അനുസരിച്ചാണ്. ജേർണലിസം, അഡ്വർടൈസിംഗ്, പബ്ലിക് റിലേഷൻസ്, കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ മീഡിയ മാനേജ്മെൻറ്റ് തുടങ്ങി ഒട്ടനവധി മേഖലകളിൽ ജോലി സാധ്യത ഉള്ള ഒരു കോഴ്സാണിത്. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കോഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത കോഴ്സാണ് ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കോഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. ടെക്നോളജി പരമായിട്ടുള്ള കഴിവുകളാണ് നിങ്ങൾക്ക് കൂടുതലുള്ളതെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാനും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഏണിങ്സ് സ്വയമേ ഉണ്ടാക്കാനും പറ്റുന്ന നല്ലൊരു കോഴ്സാണിത്. വെബ് ഡെവലപ്മെൻറ്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, IT മേഖലകൾ എന്നിങ്ങനെ പലതരത്തിൽ ജോലികളിൽ നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ്. +2 കഴിഞ്ഞവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി കോഴ്സുകളാണിത്. ഇത്തരം കോഴ്സുകൾ പഠിക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് സ്വയമേ നിങ്ങളുടെ കരിയർ കെട്ടിപ്പടുത്താൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഏണിങ്സ് മാസം ഉണ്ടാക്കാനും സാധിക്കും. ഈ കോഴ്സുകൾക്കെല്ലാം തന്നെ ഉപരിപഠന സാധ്യതകളും ഉണ്ട്. ഇതിനുശേഷം മുന്നോട്ടേക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് മുന്നോട്ട് പഠിക്കാവുന്നതാണ്. അതല്ല മറ്റെന്തെങ്കിലും തൊഴിൽ കണ്ടെത്തി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതും സാധിക്കും. നിങ്ങളുടെ സ്കില്ലിലും ഹാർഡ് വർക്കിലുമാണ് കാര്യം. കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം ലഭിക്കുന്നതാണ്. വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. വീണ്ടും കാണുന്നവരെ ബൈ.